झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा। झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा। झंडा ऊंचा रहे हमारा। सदा शक्ति दर्शाने वाला, प्रेम सुधा बरसाने वाला। सदा शक्ति दर्शाने वाला, प्रेम सुधा बरसाने वाला। वीरों को हर्षाने वाला, वीरों को हर्षाने वाला। मातृभूमि का तन मन सारा, मातृभूमि का तन मन सारा। झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा। झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा। झंडा ऊंचा रहे हमारा। Beyond all these things, ഇതിനെല്ലാം ഉപരി, above all, it symbolizes the principles lying behind the national flag. So very few, വളരെ കുറഞ്ഞ പേര് മാത്രമേ ഈ നാഷണൽ ഫ്ലാഗിൻ്റെ സിംബലൈസേഴ്സ്, അതിൻ്റെ ഉദാത്തമായ സാരാംശം ഉൾക്കൊള്ളുന്നത്. 3 colors are there. On top, saffron. Saffron symbolizes courage and sacrifice. അത് നമ്മൾ ഉൾക്കൊള്ളണം. സാക്രിഫൈസ്, ധീരതയും ത്യാഗവും, അതാണ് സാഫ്രോൺ സിംബലൈസ് ചെയ്യുന്നത്. ഇൻ ദ മിഡിൽ യു ഗെറ്റ് വൈറ്റ്. വൈറ്റ് സിംബലൈസസ് പീസ് ആൻഡ് ട്രൂത്ത്, സമാധാനവും സത്യവും. സത്യമേവ ജയതേ എന്ന് പറയുന്നത് പോലെ സത്യവും സമാധാനവും, പീസ് ആൻഡ് ട്രൂത്ത്. ആൻഡ് ഡൗൺ യു ഗെറ്റ് ഡീപ്പ് ഗ്രീൻ, കടും പച്ച നിറത്തിലുള്ളത്. ഇറ്റ് സിംബലൈസസ് ചിവൽറി ആൻഡ് ഫെയ്ത്ത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണ് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നതിലും അതേപോലെ തന്നെ അതിനെ സല്യൂട്ട് ചെയ്യുന്നതിലും പിന്നെ പ്രതിജ്ഞ ചെയ്യുന്നതിലും കൂടുതലായി നമ്മൾ ഉൾക്കൊണ്ട സംഗതികൾ. ഇത് ഒക്കെ ഈ പറഞ്ഞ 6 ഗുണങ്ങളും നമ്മളിലുണ്ടോ, അതാണ് ആ ഫ്ലാഗ് ഹോയിസ്റ്റ് സിംബലൈസ് ചെയ്യുന്നത്. A very interesting part of it is, out of the total population of the world, 17.5% of it are Indians. ലോക ജനസംഖ്യയിൽ 17.5% ഇന്ത്യൻസ് ആണ്. 29 states, 7 union territories, 23 constitutionally recognized languages, and overall over 2,000 ethnic groups. Wow. No nation in the world is that much rich. ഇത്രയധികം വൈവിധ്യങ്ങളാർന്ന മതവും ഭാഷയും എത്നിക് ഗ്രൂപ്പ്സും ട്രഡീഷൻസും കൾച്ചറും ഉൾക്കൊണ്ട ഒരു രാഷ്ട്രവും ലോകത്തില്ല, ഇന്ത്യ മാത്രം. ദെൻ വാട്ട് ഈസ് അവർ സ്പെഷ്യാലിറ്റി? നമ്മളുടെ പ്രത്യേകത എന്താ? യൂണിറ്റി ഇൻ പ്ലൂറാലിറ്റി ഈസ് അവർ സ്പെഷ്യാലിറ്റി എന്ന് ഞാൻ പറയും. യൂണിറ്റി ഇൻ പ്ലൂറാലിറ്റി, ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളിൽ യൂണിറ്റി, ഏകത. ഈ വൈവിധ്യങ്ങൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത കൾച്ചർ, വ്യത്യസ്ത ട്രഡീഷൻസ്, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ഭാഷകൾ, ഇവയുടെയൊക്കെ വൈവിധ്യങ്ങളിൽ നമ്മൾ ഒറ്റക്കെട്ടാണ്. യൂണിറ്റി, ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി. അതാണ് നമ്മുടെ പ്രത്യേകത ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ. രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞിട്ടുണ്ട്,
the greatest asset of a nation, resource of a nation is peace living. സമാധാനമായ ഒരു ജീവിതം, അതാണ് ഏറ്റവും വലിയ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത്, ആസ്തി എന്നുള്ളത്. ആർ വി ഇൻ പീസ് നൗ? നമ്മളിപ്പോൾ സമാധാനത്തിലാണോ? പല കാര്യങ്ങളും, ഈവൻ കോവിഡ് പോലും നമ്മുടെ ഭയാശങ്കയിലും മുൻമനയിലും എത്തിയിരിക്കുകയാണ്. വി മസ്റ്റ് പ്രേ ഫോർ എ ഹാപ്പി 2021. 2020 എന്നുള്ളത് മോശമെന്ന് പറയാൻ പറ്റില്ല. നമ്മളതിൽ നിന്ന് പലതും പാഠങ്ങൾ ഉൾക്കൊണ്ടു. ദാറ്റ് വാസ് എ ലെസൺ ഫോർ ദ നേഷൻ, ഫോർ ദ പീപ്പിൾ. അത് എവിടെ നിന്ന് വന്നതാണ്? ദൈവത്തിൽ നിന്നുള്ള പരീക്ഷണമാണോ കോവിഡ് എന്ന ഈ ആഗോള മഹാമാരി നമുക്ക് തന്നിട്ടുള്ളത്? നമ്മുടെ ജീവിത രീതിയിൽ വന്ന പരീക്ഷണമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. എക്സാമ്പിളാണെന്ന് മാത്രം. സമാധാനം ഉൾക്കൊള്ളാൻ ഞാൻ കാണുന്ന ഒരു വഴി ഒന്ന് മാത്രമാണ്. ഇത് ഈസ് മൈ ഒപ്പീനിയൻ. ഒരു ചൊല്ലുണ്ട്, ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ and little grain of sand will make the mighty ocean and the pleasant land. അത് മലയാളത്തിൽ പറഞ്ഞാൽ ജലത്തുള്ളികൾ, ചെറിയ ചെറിയ ജലത്തുള്ളികൾ, ചെറിയ ചെറിയ മൺതരികൾ, അത് ജലത്തുള്ളികൾ ചേർന്ന് മഹാസമുദ്രമാകും. അതേപോലെ മൺതരികൾ ചേർന്ന് പ്ലസന്റ് ലാൻഡാകും, മനോഹരമായ ഭൂമിയായിട്ട് മാറും. ലൈക്ക് വൈസ് അതേപോലെ ലിറ്റിൽ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആൻഡ് ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ് will make the earth happy like the heaven above. ചെറിയ തോതിലുള്ള ആക്ട്സ് ഓഫ് ഡീഡ്, പ്രവൃത്തികൾ, സൽപ്രവൃത്തികൾ, ലിറ്റിൽ വേർഡ്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ചെറിയ വാക്കുകൾ, അത് ഇറ്റ് വിൽ മേക്ക് ദ പ്ലസന്റ് ലാൻഡ്, ഈ ഭൂമിയെ സ്വർഗതുല്യമാക്കും. ഇറ്റ് വിൽ മേക്ക് ദ എർത്ത് ആസ് പ്ലസന്റ് ആസ് ദ ഹെവൻ അബവ്. സോ that is the message I give you today. അതാണ് എനിക്ക് ഉള്ള സന്ദേശം. സന്ദേശം നമ്മൾ എപ്പോഴും ആക്ട്സ് ഓഫ് ഡീഡ് ആൻഡ് വേർഡ്സ് ഓഫ് ലവ് നമ്മളുണ്ടായിരിക്കണം. സ്നേഹത്തിൻ്റെ, സന്ദേശത്തിൻ്റെ മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ കാണിച്ചാൽ it will be a heaven, ഒരു സ്വർഗമായിരിക്കും. Don't be too selfish always. And പണ്ട് 1938 മഹാകവി ഇക്ബാൽ ഹിന്ദിയിൽ ചൊല്ലിയ ഒരു ശ്ലോകമുണ്ട്. വതൻ കി ഫിക്ർ കർ നാദേൻ. നിങ്ങളെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക, മുസീബത്ത് ആനെ വാലേ, ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. ഇന്ന് സംശോകേ ത്വം ബിഡ്ജാവോകെ, മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും. ആ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ട് ലവ് ആൻഡ് അഫെക്ഷൻ ടു യുവർ നൈബേഴ്സ്, സൊസൈറ്റി മെമ്പേഴ്സ്, ഓഫ് കോഴ്സ് ഫാമിലി മെമ്പേഴ്സ്, നാഷൻ ആൻഡ് യൂണിവേഴ്സ്. അതായി വരട്ടെ. നമുക്ക് സമാധാനം, സന്തോഷം നൽകുമാറാകട്ടെ. 2021 ഈ റിപ്പബ്ലിക്കോടുകൂടി ഹാപ്പി 72nd Republic Day to you all. I conclude. Thank you very much. Good morning. Wish you all a happy Republic Day. As we all know, today is the 72nd Republic Day of our nation. This day reminds us of the worth of all our freedom fighters, their sacrifices towards the country's freedom and their devotion towards the country.
Republic Day, praised each year on 26 January, has gained special significance throughout India's entire existence. It was on 26 January 1950 the Constitution of India came into impact, and this day is celebrated as National Day to recognize and celebrate the occasion. We all are aware that India got its independence on August 15, 1947. Yet the country did not have its very own constitution. Rather, it was represented under the laws implemented by the British. After numerous consultations and revisions, an advisory group headed by Dr. B.R. Ambedkar presented a draft of the Indian Constitution, which was adjusted on 26 January 1949, and authoritatively it became effective on 26 January 1950. The principal Republic Day festivities are held in the national capital, New Delhi, at the Rajpath. On this day, numerous processions are held at the Rajpath, which are proceeded as a tribute to India. And Republic Day March is an unmistakable and eye-catching component of the festival, and it grandstands India's military capability, social and cultural heritage. The colorful showcases shown by each state represents the way of their life. Every school, college and office celebrate and take an interest on Republic Day and show their energy and enthusiasm. Yes, this day is all about enthusiasm, respect, understanding the sacrifices and hugely celebrating our freedom. Thank you. नमस्कार, मैं अभिनंदन केसी। सबको गणतंत्र दिवस की शुभकामनाएं। हर कर्म अपना करेंगे ए वतन तेरे लिए, दिल दिया है जान भी देंगे ए वतन तेरे लिए। तू मेरा कर्मा, तू मेरा धर्मा, तू मेरा अभिमान है। तू मेरा कर्मा, तू मेरा धर्मा, तू मेरा अभिमान है। हे वतन महबूब मेरे, तुझ पे दिल कुर्बान है। हे वतन महबूब मेरे, तुझ पे दिल कुर्बान है। हम जिएंगे और मरेंगे ए वतन तेरे लिए। हम जिएंगे और मरेंगे ए वतन तेरे लिए। दिल दिया है जान भी देंगे ए वतन तेरे लिए। हिंदू मुस्लिम सिख ईसाई हम वतन हम नाम हैं। जो करे इनको जुदा मजहब नहीं इल्जाम है। हम जिएंगे और मरेंगे ए वतन तेरे लिए। दिल दिया है जान भी देंगे ए वतन तेरे लिए। हर कर्म अपना करेंगे ए वतन तेरे लिए। दिल दिया है जान भी देंगे ए वतन तेरे लिए। धन्यवाद।
നമസ്കാരം. ഞാൻ വിഷ്ണുപ്രിയ ജിയൻ, 9th എയിൽ പഠിക്കുന്നു. ഇന്ന് ജനുവരി 26, റിപ്പബ്ലിക് ദിനം. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത ഗണതന്ത്ര രാജ്യമായതിൻ്റെ ഓർമ്മയ്ക്കായി ജനുവരി 26 ആഘോഷിക്കുന്നതാണ് റിപ്പബ്ലിക് ദിനം അഥവാ ഗണതന്ത്ര ദിനം എന്നറിയപ്പെടുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ജോർജ് ആറാമനായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ. ആ കാലഘട്ടത്തിലെ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആയിരുന്നു. 1950 ജനുവരി 26 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. നമ്മൾ ആഘോഷിക്കുന്ന ഓരോ റിപ്പബ്ലിക് ദിനവും രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ കൂടുതൽ ശക്തമാക്കാനും പരിപോഷിപ്പിക്കുവാനും ഉതകുന്ന പ്രതിജ്ഞയും പുനഃസമർപ്പണവും പുതുക്കുന്നതിനു വേണ്ടിയുള്ളതാണെന്ന് നാം മറക്കരുത്. ജയ് ഹിന്ദ്. लोकतंत्र में हो अधिकारों और कर्तव्यों का संतुलन, यही संदेश देता है गणतंत्र दिवस। पहले ही आप सबको मेरी गणतंत्र दिवस की ढेर सारी शुभकामनाएं। आज हम सब भारत की 72वां गणतंत्र दिवस मना रहे हैं, इसलिए आज मैं आपको भारत के गणतंत्र दिवस के बारे में कुछ बताना चाहूंगी। स्वतंत्र भारत का संविधान 26 जनवरी 1950 को लागू हुआ था। इस संविधान में भारत को सर्वसत्ता संपन्न गणराज्य घोषित किया है। अतः 26 जनवरी में समस्त भारत में गणतंत्र दिवस बड़ी खुशी से मनाया जाता है। सन 1929 के दिसंबर में लाहौर में भारतीय राष्ट्रीय कांग्रेस का अधिवेशन पंडित जवाहरलाल नेहरू की अध्यक्षता में हुई, जिसमें घोषणा की गई कि यदि अंग्रेजी सरकार भारत को 1930 तक डोमिनियन पद प्रदान नहीं करेगी तो भारत को स्वतंत्र घोषित किया जाएगा। जब 1930 में अंग्रेजी सरकार ने ऐसा नहीं किया, तब कांग्रेस में भारत को पूर्ण रूप से स्वतंत्र घोषित किया गया। उस दिन से 1947 में स्वतंत्रता प्राप्त होने तक भारत का गणतंत्र दिवस 26 जनवरी में मनाया जाता रहा। आजाद होने के बाद संविधान समिति का घोषण हुआ। डॉक्टर B.R. अम्बेडकर, जवाहरलाल नेहरू, डॉक्टर राजेंद्र प्रसाद, सरदार वल्लभ भाई पटेल, मौलाना अब्दुल कलाम आजाद आदि इस समिति के प्रमुख सदस्य थे। ये समिति बहुत ही महत्वपूर्ण समिति थी। इस समिति के अध्यक्ष विधिवक्ता डॉक्टर B.R. अम्बेडकर थे। इन सबके अथक परिश्रम के बाद भारत का संविधान 26 जनवरी 1950 को लागू हुआ। गणतंत्र दिवस समारोह पर राष्ट्रपति राजधानी दिल्ली में राष्ट्रीय ध्वज फहराते हैं। प्रधानमंत्री अमर जवान ज्योति में वीर सैनिकों के लिए पुष्पमाला ढालते हैं। भारतीय सेना के विविध रेजिमेंट, नौसेना, वायुसेना आदि इंडिया गेट से राष्ट्रपति भवन तक परेड करते हैं। अंत में हेलीकॉप्टर आकाश में तिरंगे के रंग फैलाते हैं। राज्य की प्रतिभाशाली व्यक्तियों को पद्म भूषण, पद्म विभूषण, पद्मश्री आदि से पुरस्कृत करते हैं। हम बच्चे देश के कर्णधार होते हैं, इसलिए ये हमारा कर्तव्य है कि हम हमारे भारत के सुवर्ण भविष्य के लिए प्रयत्न करें। जय हिंद, जय भारत। Republic Day is celebrated every year in India on January 26. On this date in 1950, the Constitution of India came into force after the country gained independence from British rule for over 200 years. Republic Day main celebration is held at the Rajpath in the national capital New Delhi before the President of India. This day reminds us of our freedom struggle and how the great freedom fighters of our country sacrificed their lives to get us the Port Swaraj. Our constitution came into full power on 26th January 1950. From then, we started this tradition of celebrating 26th January as Republic Day, which is also known as Ganatantra Divas. On this day, let us all remember those freedom fighters and legends that sacrificed their lives for our well-being. I would like to end this speech followed by a moment of silence for those great souls. Thank you.